ഹലോ, ഇത് മൊഡ്യൂൾ 2 ലോ ആൻഡ് ജെൻഡർ എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് മൊഡ്യൂൾ 2. അതിൻ്റെ അകത്ത് ഒരു 8 to 9 ടേംസ് നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം അത് വൺ വേർഡ് ആയിട്ടോ ഷോർട്ട് ആൻസർ ആയിട്ടോ ഒക്കെ ചോദിച്ചാൽ യു മസ്റ്റ് ബി ഏബിൾ ടു റൈറ്റ്. ദെർഫോർ ലോ ആൻഡ് ജെൻഡർ മൊഡ്യൂൾ 2 വി ലേൺ സം 8 to 9 ടേംസ്. ഓക്കെ, അപ്പം മേ ബി ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ആസ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഓർ 2 marks question, whichever way it is. ചെറിയ ആൻസേഴ്സോ വലിയ ആൻസേഴ്സോ ഇൻറ്റേർണൽ എക്സാമിനാണെങ്കിലും ഫൈനൽ എക്സാമിനാണെങ്കിലും ചോദിക്കാം. പിന്നെ ഈ കോൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ വേറെ ആൻസേഴ്സിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. ഓക്കെ, യു ക്യാൻ ഇൻകോർപ്പറേറ്റ് ഇറ്റ് ഇൻ ടു എസ് എ ആൻസേഴ്സിലൊക്കെ. ലോങ് ആൻസേഴ്സിൽ എസ് എ ആയിട്ടില്ല, എന്നാലും ബിഗർ ആൻസേഴ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 8 to 9 ടേംസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ടേം ഇസ് വാട്ട് ഇസ് ജെൻഡർ ഇക്വാളിറ്റി. So what is gender equality? Gender equality means that people of all genders have equal rights, responsibilities and opportunities. Okay, അപ്പോൾ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത് വിമൻസ് റൈറ്റ്സ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ജെൻഡറിലുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് ഈക്വൽ റൈറ്റ്സ് ഉണ്ട്, ഈക്വൽ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. റൈറ്റ്സ് മാത്രം പറഞ്ഞാൽ പോരാ, ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. It means that no one is treated unfairly. ആരെയും അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല, or disadvantaged just because of their gender, whether they are a woman, man, transgender or non-binary. Okay, ബൈനറി എന്ന് പറഞ്ഞാൽ മാൻ ആൻഡ് വുമൺ, അങ്ങനെയുള്ള ഓപ്പോസിറ്റ്സ് മാത്രം നോക്കുന്നതാണ് ബൈനറി എന്ന് പറയുന്നത്. ചിലവർ പറയും എൻ്റെ ഐഡൻറ്റിറ്റി അങ്ങനെയല്ല, ഐ ഡോണ്ട് ഐഡൻറ്റിഫൈ ആസ് എ മാൻ ഓർ എ വുമൺ, ഐ എം എ ട്രാൻസ്ജെൻഡർ, ഓർ ഐ ഐഡൻറ്റിഫൈ ആസ് സം അതർ കൈൻഡ് ഓഫ് എ ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് എ ജെൻഡർ. ജെൻഡർ പല രീതിയിൽ ആൾക്കാർ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ it means that no one is treated unfairly or disadvantaged just because of their gender, whether they are woman, man, transgender or non-binary. Here are a few key ideas behind gender equality. എന്തൊക്കെയാണ് ജെൻഡർ ഇക്വാളിറ്റിയിൽ വരുന്ന ചില കാര്യങ്ങൾ? ഫോർ ഇൻസ്റ്റൻസ്, ഈക്വൽ പേ. ഇപ്പം നമുക്ക് പറയാൻ പാടില്ല നിങ്ങൾ ഇന്ന ജെൻഡറിലായതുകൊണ്ട്. നമ്മൾ പലപ്പോഴും ചില ജോലിക്കൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, സ്ത്രീകൾക്ക് കുറച്ച് വേജസ് കൊടുക്കുന്നു. അവർ സെയിം ജോലി ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് സാലറിയെ കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ഡെയിലി വേജേ കൊടുക്കുള്ളൂ. അങ്ങനെ ചെയ്യുന്നത് ജെൻഡർ ഇക്വാളിറ്റി അല്ല. സോ കുറച്ച് കാര്യങ്ങൾ ജെൻഡർ ഇക്വാളിറ്റി വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇസ് ഈക്വൽ പേ. People doing the same work should get the same pay regardless of gender. പിന്നെ equal opportunity. Everyone should have the same chance to go to school, get a job or take on leadership roles. Freedom from discrimination and violence. Everyone should feel safe and respected without facing abuse, harassment or bias based on their gender. Shared responsibilities. Both men and women should be equally, both men and women മാത്രമല്ല, any person who has any gender should be equally involved in work at home and in decision making in society. Okay, so it's not just a woman's issue. Gender equality എന്ന് പറയുന്നത് just ഒരു women's issue അല്ല. It's about fairness for everyone and it leads to better communities, workplaces and relationships. അപ്പോൾ എന്താണ് ജെൻഡർ ഇക്വാളിറ്റിയുടെ ഡെഫിനിഷൻ? എന്താണ്? ജെൻഡർ ഇക്വാളിറ്റി മീൻസ് ദറ്റ് പീപ്പിൾ ഓഫ് ഓൾ ജെൻഡേഴ്സ് ഹാവ് ഈക്വൽ റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇറ്റ് മീൻസ് ദാറ്റ് no one is treated unfairly or disadvantaged just because of their gender, whether they are a woman, man, transgender or non-binary. അത്രയെങ്കിലും നിങ്ങൾ പഠിക്കണം. അതിൻ്റെ കുറച്ച് ഏരിയാസാണ്, കീ ഐഡിയാസാണ്: ഈക്വൽ പേ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഫ്രീഡം ഫ്രം ഡിസ്ക്രിമിനേഷൻ ആൻഡ് വയലൻസ്. ഓക്കെ, നെക്സ്റ്റ് ഷോർട്ട് ആൻസർ, വാട്ട് ഇസ് ജെൻഡർ ജസ്റ്റിസ്? ജെൻഡർ ജസ്റ്റിസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? Gender justice means fairness and equality between people of all genders. ജെൻഡറിലൊരു ജസ്റ്റിസ് ഉണ്ടാണ്, ഫെയർനെസ് ആൻഡ് ഇക്വാളിറ്റി between people of all genders, ensuring that everyone has the same rights, opportunities. ഓക്കെ, ഈ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ജെൻഡർ ജസ്റ്റിസ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ആ ഇക്വാളിറ്റി കിട്ടണം. നമ്മൾ ജെൻഡർ ഇക്വാളിറ്റി പഠിച്ചല്ലോ, അപ്പോൾ ആ ജെൻഡർ ഇക്വാളിറ്റി എല്ലാവർക്കും ലഭ്യമാകണം. അതാണ് ജെൻഡർ ജസ്റ്റിസ്. സോ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഫെയർനെസ് ആൻഡ് ഇക്വാളിറ്റി, അതെല്ലാ ജെൻഡേഴ്സിനും കിട്ടണം. എന്നാൽ മാത്രമേ ജെൻഡർ ജസ്റ്റിസ് ഉള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. എൻഷുറിങ് ദറ്റ് എവ്രി വൺ ഹാസ് എ സെയിം റൈറ്റ്സ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ from discrimination or harm.
It also involves correcting past and present inequalities to create a just and inclusive society. Okay? സോ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജെൻഡർ ഇക്വാളിറ്റിയും ഫെയർനെസ്സും എല്ലാ ജെൻഡേഴ്സിനും കിട്ടുമ്പോഴാണ് നമ്മൾ ജെൻഡർ ജസ്റ്റിസ് ഉണ്ടെന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് മെൻ ബൈ നോൺ ഡിസ്ക്രിമിനേഷൻ ബിഫോർ ലോ? നോൺ ഡിസ്ക്രിമിനേഷൻ ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ലോയുടെ മുമ്പിൽ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് ഓൾ. നോൺ ഡിസ്ക്രിമിനേഷൻ ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലീഗൽ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രിൻസിപ്പിൾ ദാറ്റ് എവ്രി വൺ ഇസ് ഈക്വൽ ഇൻ ദ ഐസ് ഓഫ് ലോ. അത്രയേ ഉള്ളൂ. എല്ലാവരും ലോയുടെ കൺമുമ്പിൽ ഒന്നാണ്. ബാക്കി അതിൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ബേസിക്കലി നോൺ ഡിസ്ക്രിമിനേഷൻ ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. എവ്രി വൺ ഇസ് ഈക്വൽ ഇൻ ദ ഐസ് ഓഫ് ലോ ആൻഡ് മസ്റ്റ് ബി ട്രീറ്റഡ് ഈക്വലി റിഗാർഡ്ലെസ് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് റേസ്, ജെൻഡർ, റിലിജൻ. നമ്മുടെ റേസ് എന്തോ ആയിക്കോട്ടെ, റിലിജൻ എന്തോ ആയിക്കോട്ടെ, ജെൻഡർ എന്തോ ആയിക്കോട്ടെ, നാഷണാലിറ്റി, ഡിസബിലിറ്റി, സെക്ഷൽ ഓറിയൻറ്റേഷൻ, എനി അതർ സ്റ്റാറ്റസ്, അതൊക്കെ എന്തും ആയിക്കൊള്ളട്ടെ, എവ്രി ഹ്യൂമൻ ബീയിങ് മസ്റ്റ് ബി ട്രീറ്റഡ് ഈക്വലി ബിഫോർ ലോ. അതാണ് നോൺ ഡിസ്ക്രിമിനേഷൻ ബിഫോർ ലോ. കീ പോയിന്റ്സ് ഒന്ന് നോക്കിക്കേ. നോ വൺ ഷുഡ് ബി ഗിവൺ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ആർക്കും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇയാളുടെ റേസ് ഇന്നതായതുകൊണ്ട് ഇയാൾക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്, മറ്റേയാളുടെ ജെൻഡർ ഇതായതുകൊണ്ട് അയാൾക്ക് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഓക്കെ, എവരിബഡി വിൽ ബി ട്രീറ്റഡ് ഈക്വലി. എന്ന് വെച്ചാൽ ചില പ്രിവിലേജസ് ഇല്ലെന്നല്ല. ഇപ്പോൾ ചിലരുടെ ജോലി അനുസരിച്ചോ അവർക്ക് ചില പ്രൊട്ടക്ഷൻസ് കിട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ലോ കൊണ്ടുവരുന്ന ആ ലോ പലപ്പോഴും എല്ലാവർക്കും ബാധകമാണ്. ഇപ്പോൾ ഒരു ട്രാഫിക് റൂൾ പോലുള്ള കാര്യങ്ങൾ അത് എല്ലാവർക്കും ബാധകമായിരിക്കും. ബട്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇപ്പോൾ ഒരു VIP വരുന്നു, VIPക്ക് ഒരു ചെറിയ ഒരു പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല, അങ്ങനെയല്ല. അങ്ങനെയുള്ള കോമൺ സെൻസിക്കൽ കാര്യമല്ല. അല്ലാത്ത കാര്യങ്ങളിൽ, അല്ലാത്ത ട്രീറ്റ്മെൻറ്റ്സിന് എവ്രിബഡി വിൽ ബി ട്രീറ്റഡ് ഈക്വലി. No one should be given preferential treatment or be disadvantaged by the legal system based on personal characteristics. അപ്പോൾ റേസ് ഏതായിക്കോട്ടെ, ജെൻഡർ ഏതായിക്കോട്ടെ, റിലിജിയൻ, നാഷണാലിറ്റി, ഡിസബിലിറ്റി, സെക്ഷൽ ഓറിയൻറ്റേഷൻ ഓഫ് എനിത്തിങ്, ഇതൊന്നും അനുസരിച്ച് ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, ആർക്കും പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല. ദാറ്റ് ഇസ് നോൺ ഡിസ്ക്രിമിനേഷൻ ബിഫോർ ലോ. It's often mentioned in constitutional law, international human rights treaties and anti-discrimination laws. ഇങ്ങനെ ഒരു കാര്യം പലപ്പോഴും അത് എഴുതിയില്ലേലും കുഴപ്പമില്ല. സോ ബേസിക്കലി വാട്ട് ഈസ് നോൺ ഡിസ്ക്രിമിനേഷൻ ബിഫോർ ലോ? It is a legal and human rights principle that everyone is equal in the eyes of law. Everyone is equal in the eyes of law. Read that again. Everyone is equal in the eyes of the law. അതാണ് നോൺ ഡിസ്ക്രിമിനേഷൻ ബിഫോർ ദ ലോ. So the real concept of equality before law ensures that the law applies equally to all people. Example, a court cannot give a lighter sentence to someone just because they are wealthy. നിങ്ങൾ ഭയങ്കര പണക്കാരനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ലൈറ്റർ സെൻറ്റൻസ്, അങ്ങനെയൊന്നും പറ്റില്ല. A job application process cannot reject someone based on their religion or ethnicity. അത് എക്സാമ്പിൾസ് ആണ് ഇട്ടിരിക്കുന്നത്. What is social ordering? Social ordering refers to the way society is organized and structured so that people can live and work together. സൊസൈറ്റിയെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് സോഷ്യൽ ഓർഡറിങ്. സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചേർഡ് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ work in a stable and predictable way. Social ordering is a system of rules, roles, relationships, and institutions that help organize human behavior. It helps maintain order, cooperation, and stability by guiding how people interact with each other. For example, laws and rules, cultural norms, social roles, institutions. ഒരു സൊസൈറ്റി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ലോസും റൂൾസും വേണ്ടേ, കുറച്ച് കൾച്ചറൽ നോംസ് വേണ്ടേ. ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെല്ലുമ്പോൾ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെല്ലുമ്പോൾ ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നു, അവിടുത്തെ ടീച്ചേഴ്സ് ഇന്ന രീതിയിൽ വരുന്നു, അവർ ഇന്ന രീതിയിൽ സ്റ്റുഡൻസിനോട് ബിഹേവ് ചെയ്യുന്നു. കുറച്ച് സോഷ്യൽ റോൾസ് ഉണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യണം, പേരൻസ് എങ്ങനെ ബിഹേവ് ചെയ്യണം, ലീഡേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഫാമിലി, എഡ്യൂക്കേഷൻ, റിലിജിയൻ, ഗവൺമെൻറ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലെങ്കിൽ സോഷ്യൽ ഓർഡറിങ് ഉണ്ടാവത്തില്ല. ഒരു സൊസൈറ്റിക്ക് ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചേർഡ് വേയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു സൊസൈറ്റിയിൽ ഒരു സ്റ്റേബിൾ ആൻഡ് പ്രെഡിക്റ്റബിൾ നേച്ചർ ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഒരു ദിവസം കോളേജിൽ ചെല്ലുമ്പോൾ ഒരു രീതി, പിന്നെ ഒരു ദിവസം ചെല്ലുമ്പോൾ വേറെ രീതി, ടീച്ചേഴ്സ് ഒന്ന് പറയുന്നു, വേറൊന്ന് പറയുന്നു, ഒന്നിനും ഒരു ഓർഡർ ഇല്ല, ഫാമിലിയിൽ എന്താ നടക്കുന്നത് ആർക്കും അറിയണ്ട. ഇങ്ങനെയാണെങ്കിൽ സൊസൈറ്റി കൊളാപ്സ് ചെയ്യും. സോ സോഷ്യൽ ഓർഡറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വേ ഇൻ വിച്ച് എ സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ്.
You understood? Social ordering means a way in which society is organized and structured so that people can live and work together in a predictable and stable way. അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. എങ്ങനെയാണ് സോഷ്യൽ ഓർഡറിങ് മീൻസ് എങ്ങനെ ദ വേ ഇൻ വിച്ച് സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ്. ഓക്കെ, ദ വേ ഇൻ വിച്ച് സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ് വളരെ സിമ്പിൾ സെൻറ്റൻസസിലാണ് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് ഒരു സെൻറ്റൻസ് ഒക്കെ കാണാതെ പഠിച്ചോ. ഇഫ് യു ഹാവ് ലൈക്ക് പ്രോബ്ലംസ് വിത്ത് ലാംഗ്വേജ്, ആ സ്ട്രക്ചറൊക്കെ കിട്ടുന്നില്ലെങ്കിൽ, ഇപ്പം മലയാളത്തിലാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമായിരിക്കും, ഐ അണ്ടർസ്റ്റാൻഡ്. ബട്ട് ദിസ് ഈസ് എൻ ഇംഗ്ലീഷ് കോഴ്സ്, so you have to write it in English. So I know that there are students who will be really struggling with structuring a sentence properly sometimes. അതൊന്നും പ്രശ്നമല്ല, വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് കൊടുത്തിരിക്കുന്നത്. 1-2 സെൻറ്റൻസ് ഒക്കെ നിങ്ങൾ കാണാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഓർഡർ ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ളൊരു ഏറ്റവും എളുപ്പം മാർഗ്ഗം. അപ്പോൾ വാട്ട് ഇസ് സോഷ്യൽ ഓർഡറിങ് എന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴും സോഷ്യൽ ഓർഡറിങ് റെഫേഴ്സ് ടു അല്ലെങ്കിൽ സോഷ്യൽ ഓർഡറിങ് മീൻസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അതൊരു സേഫ് വേ ഓഫ് സ്ട്രക്ചറിങ് എ സെൻറ്റൻസ് ആണ്. ഓക്കെ, സോ സോഷ്യൽ ഓർഡറിങ് റെഫേഴ്സ് ടു ദ വേ society is organized and structured so that people can live and work together in a stable and predictable way. അത് എക്സാമ്പിൾസ് ആയിട്ട് പിന്നെ എഴുതാം. എന്തെഴുതാം? ലോസ് ആൻഡ് റൂൾസ് സോഷ്യൽ ഓർഡറിങ്ങിൻ്റെ ഭാഗമാണ്. ട്രാഫിക് ലോസ്, സ്കൂൾ റെഗുലേഷൻസ്, cultural norms like greeting with respect or dressing a certain way, social roles like teachers, parents, leaders, institutions like family, education, religion, and government. These elements work together to shape behavior, reduce conflict, and create a sense of order in everyday life. Okay? These elements work together to shape behavior, reduce conflict, and create a sense of order in everyday life. അടുത്തൊരു ടേം ഉണ്ട്, ലീഗൽ ലെജിറ്റിമസി എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗൽ ലെജിറ്റിമസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ചില ലോസും റൂൾസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നണം ഇത് ജസ്റ്റാണ്, ഇത് നല്ലതിന് വേണ്ടിയാണ്, ഇത് റൈറ്റാണ് എന്ന് തോന്നണം. അതിനെയാണ് ലീഗൽ ലെജിറ്റിമസി എന്ന്. അപ്പം ആർക്കും മനസ്സിലാവാത്ത ഒരു റൂൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, അയ്യോ ഇതെന്ത് റൂൾ, ഇതെന്ത് ലോയാണ്, ഇതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഇതെന്തിനാണിത്, ആർക്ക് വേണ്ടിയാണ്? അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലീഗൽ ലെജിറ്റിമസി ഇല്ല എന്ന് പറയും. മനസ്സിലായി? അതേസമയം നമുക്ക് തന്നെ തോന്നും ട്രാഫിക് റൂൾസ് ഇത് വേണം, അല്ലെങ്കിൽ ഒത്തിരി അപകടങ്ങളുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു ലെജിറ്റിമേറ്റ് ആണ്, ഇത് ഓക്കെയാണ്, ലെജിറ്റിമേറ്റ് ആണ് എന്ന് തോന്നുന്നതാണ് ലീഗൽ ലെജിറ്റിമസി. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ലീഗൽ ലെജിറ്റിമസി റെഫേഴ്സ് ടു ദ അക്സെപ്റ്റൻസ് ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ലോസ്. അത്രേ ഉള്ളൂ. അക്സെപ്റ്റൻസ് ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ലോസ്, റൂൾസ് ഓർ അതോറിറ്റി as rightful and valid ഇല്ലെങ്കിലും കുഴപ്പമില്ല, as rightful and just by people and institutions. ഈ ലോസും റൂൾസും എല്ലാം ഉണ്ടാക്കുന്നത് ജസ്റ്റായിട്ടാണ്, റൈറ്റാണ് എന്ന ആൾക്കാർക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും തോന്നണം. അതിനാണ് എന്തെന്ന് പറയുന്നത്? ലീഗൽ ലെജിറ്റിമസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ലീഗൽ ലെജിറ്റിമസി റെഫേഴ്സ് ടു ദ അക്സെപ്റ്റൻസ് ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ലോസ്, rules or authority as rightful, valid and just by the people and institutions in a society. A law is considered legitimate when it is made through a fair and accepted process. ഇല്ലേ, ഇപ്പോൾ പാർലമെൻറ്റോ കോർട്ടോ ഒക്കെ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കണം ഒരു ലോ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ലോ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് റിഫ്ലെക്ട്സ് ദ വാല്യൂസ് ആൻഡ് ബിലീവ്സ് ഓഫ് ദ സൊസൈറ്റി. ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ വാല്യൂ സിസ്റ്റംസും ബിലീഫ്സും ഒക്കെ ആയിട്ട് ഒത്തുപോകുന്നതായിരിക്കണം ഒരു ലോ എന്ന് പറയുന്നത്. ആർക്ക് മനസ്സിലാത്തൊരു കാര്യം ഒരു ലോ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പീപ്പിൾ വോണ്ട് റിലേറ്റ് ടു ഇറ്റ്, ദേ വോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇത് ആർക്ക് വേണ്ടിയാണ്, ഇത് എന്താണ് എന്ന് കൺഫ്യൂസ് ആയിട്ട് ആ ലോയിനൊരു ലെജിറ്റിമസി, ലീഗൽ ലെജിറ്റിമസി ഉണ്ടാവില്ല. പീപ്പിൾ വോളണ്ടറിലി ഒബേ ഇറ്റ് ബിക്കോസ് ദേ ബിലീവ് ഇറ്റ് ഇസ് ഫെയർ, നോട്ട് ബിക്കോസ് ദേ ഫിയർ പണിഷ്മെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ട്രാഫിക് റൂൾസ്, ഇപ്പോൾ ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കരുത്, അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ച് ഓടിക്കണം. ആൾക്കാർക്ക് തോന്നും ഇതില്ലെങ്കിൽ ഭയങ്കര അപകടങ്ങൾ ഉണ്ടാവുമെന്ന്. പീപ്പിൾ ഷുഡ് വോളണ്ടറിലി ഒബേ ഇറ്റ്. അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസിലാണ് ലെജിറ്റിമസി ഉണ്ടാവും, ലീഗൽ ലെജിറ്റിമസി എന്ന് പറയുന്നത്. വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഷുഡ് എ ലോ മസ്റ്റ് ബി മെയ്ഡ് ത്രൂ എ ഫെയർ ആൻഡ് ആക്സെപ്റ്റഡ് പ്രോസസ്. It should reflect the values and beliefs of the society
And people should voluntarily obey it because they believe it is fair, not because they fear punishment. Okay, so അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലീഗൽ ലെജിറ്റിമസി. അപ്പം ലീഗൽ ലെജിറ്റിമസി എന്ന് വെച്ചാൽ ലീഗൽ ലെജിറ്റിമസി refers to the acceptance and recognition of laws, rules or authority as rightful and valid or just by the people and institutions in a society. Okay. ലീഗൽ ലെജിറ്റിമസി ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ബിൽഡ് ട്രസ്റ്റ് ഇൻ ലീഗൽ സിസ്റ്റം. ഇത് കുറച്ച് എലാബറേറ്റ് ആയിട്ട് ചെയ്തിരിക്കണം, എല്ലാം കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതാം. ഇഫ് എ ന്യൂ ട്രാഫിക് ലോ ഇസ് പാസ് ബൈ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആഫ്റ്റർ പ്രോപ്പർ ഡിബേറ്റ് ആൻഡ് പബ്ലിക് ഇൻപുട്ട്, most people will see it as legitimate and follow it even if they don't like it. ചിലപ്പോൾ അവർക്ക് കുറച്ച് ഇൻകൺവീനിയൻസ് തോന്നിയാൽ പോലും കൂടുതൽ പേരും അത് അനുസരിക്കും, പേടിച്ചിട്ടല്ല, പക്ഷേ they also think that it is important because they believe in the system that created it. Okay, they believe in the system that created and they believe in the usefulness of it, and it will reflect the values and beliefs of the society. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ അത് അവർക്കറിയാം, ഓക്കെ ഇത് ഫെയർ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് നമ്മുടെ വാല്യൂസുമായിട്ട് ഒത്തു പോകുന്നുണ്ട്, ആൻഡ് ദേ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദം, അവർക്ക് കൊള്ളാം ഇത് എന്ന് തോന്നും. ഓൾറൈറ്റ്, സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലീഗൽ ലെജിറ്റിമസി. നെക്സ്റ്റ് വേർഡ് ഇസ് ഒരു ഷോർട്ട് നോട്ട്, ഹ്യൂമൻ റൈറ്റ്സും ജെൻഡറും തമ്മിലൊന്ന് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സും ജെൻഡറും, അത് എളുപ്പമായിരിക്കും, കാരണം നമ്മൾ നേരത്തെ ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞു, ജെൻഡർ ഇക്വാളിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ജെൻഡർ ജസ്റ്റിസ് എന്നും പറഞ്ഞു, അതെല്ലാം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ജെൻഡർ. ഹ്യൂമൻ റൈറ്റ്സ് എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് ആർ റൈറ്റ്സ് വിച്ച് എ പേഴ്സൺ പൊസസ്സസ് ജസ്റ്റ് ബിക്കോസ് ഹീസ് എ ഹ്യൂമൻ. ഒരു മനുഷ്യനായിട്ട് ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ച് റൈറ്റ്സ് ഉണ്ട്, അതിനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതാരും അയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ ബോൺ ആസ് എ ഹ്യൂമൻ ബീയിങ്, നമുക്ക് ചില റൈറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, റൈറ്റ് ടു ലിവ്, നമ്മൾക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു റൈറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ്, അങ്ങനെയുള്ള ബേസിക് റൈറ്റ്സിനാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ റൈറ്റ്സ് ആർ ദ ബേസിക് റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ് that belong to every person simply because they are human. These include the right to life, freedom, equality, education, and protection from discrimination. When we talk about human rights and gender, we focus on how these rights apply equally to all genders. അത്രേ ഉള്ളൂ. ഹ്യൂമൻ റൈറ്റ്സ് എല്ലാ ജെൻഡേഴ്സിനും ആപ്ലിക്കബിൾ ആണ്. ജെൻഡർ ഇക്വാളിറ്റി അതിൻ്റെ ഒരു ഭാഗമാണ്, ഇൻക്ലൂഡിങ് women, men, transgender and non-binary people without discrimination or bias. However, throughout history, many people, especially women and gender minorities, have been denied full access to these rights because of gender inequality, cultural norms or legal barriers. Key points എന്താണ്? ജെൻഡർ ഇക്വാളിറ്റി ഈസ് എ കോർ പാർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മൾ നേരത്തെ ജെൻഡർ ഇക്വാളിറ്റി പഠിച്ചായിരുന്നു. ജെൻഡർ ഇക്വാളിറ്റി ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ജെൻഡർ ഇക്വാളിറ്റി ഈസ് എ കോർ പാർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ജെൻഡർ ജസ്റ്റിസ് ഈസ് എ കോർ പാർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. Discrimination based on gender is a violation of human rights. Example, if girls are not allowed to attend school while boys are, this violates their right to education and is an issue of gender-based discrimination. അപ്പോൾ എല്ലാവർക്കും ഒരു റൈറ്റ് ടു ലൈഫ് എൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടുക, ഭക്ഷണം കിട്ടുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ജെൻഡർ അനുസരിച്ച് മാറി മറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ പെൺപിള്ളേരെ സ്കൂളിൽ വിടാതെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരെ ദേ ആർ ഡിനൈഡ് എൻ എഡ്യൂക്കേഷൻ ഓർ ഡിനൈഡ് പ്രോപ്പർ ഫുഡ്, അതെല്ലാം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷനാണ്. Next one, what is female jurisprudence? Female jurisprudence, also known as feminist legal theory, is a way of understanding and analyzing law from a woman's perspective. ഒരു വുമൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ലോയിനെ മനസ്സിലാക്കുന്നതാണ് ഫീമെയിൽ ജൂറിസ്പ്രൂഡൻസ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ലോയിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വേർഡാണ്, ടേമാണ് ഫീമെയിൽ ജൂറിസ്പ്രൂഡൻസ്. Female jurisprudence, also known as feminist legal theory, is a way of understanding and analyzing the law from a woman's perspective. It focuses on how laws have historically been made by and for men, often ignoring or disadvantaging women. This approach challenges gender bias in legal systems and works to promote equality, justice, and fairness for all genders. എല്ലാ ജെൻഡേഴ്സിനും ഈക്വൽ
റൈറ്റ്സ് കിട്ടാൻ, അല്ലെങ്കിൽ ദർ ഷുഡ് ബി നോ ബയസ് ഇൻ ലീഗൽ സിസ്റ്റംസ്, ഒരു ഇക്വാളിറ്റി ബിഫോർ ലോ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, എന്താണ്, വാട്ട് വാസ് ദാറ്റ്, നോൺ ഡിസ്ക്രിമിനേഷൻ ബിഫോർ ലോ. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണിത്. ഓക്കെ, നോൺ ഡിസ്ക്രിമിനേഷൻ ബിഫോർ ലോ നമ്മൾ പഠിച്ചില്ലേ, അതേ ഒരു കോൺസെപ്റ്റിലാണ് ഇതും വരുന്നത്. ഫീമെയിൽ ജൂറിസ്പ്രൂഡൻസ് എന്ന് പറയുമ്പം പലപ്പോഴും സ്ത്രീകൾക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ലോസ് ഒക്കെ പല സൊസൈറ്റീസിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു രീതിയാണ് ഫീമെയിൽ ജൂറിസ്പ്രൂഡൻസ്. ഫീമെയിൽ ജൂറിസ്പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ ഓൾസോ നോൺ ആസ് ഫെമിനിസ്റ്റ് ലീഗൽ തിയറി is a way of understanding and analyzing the law from a woman's perspective. It focuses on how laws have historically been made by and for men, often ignoring or disadvantaging women. This approach challenges gender bias in legal systems. Then, what is intersectionality? See, intersectionality എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരാൾ പല രീതിയിൽ അയാൾക്ക് ഐഡൻറ്റിറ്റീസ് ഉണ്ട്, അങ്ങനെ പല രീതിക്ക് അയാൾക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, റേസ്, ക്ലാസ്, റിലിജിയൻ, സെക്ഷുവാലിറ്റി, ഡിസബിലിറ്റി, ഇതെല്ലാം ഒരു പേഴ്സണെ അഫക്റ്റ് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, എന്ന് വെച്ചാൽ ഒരു വൈറ്റ് വുമൺ എന്ന് പറയുന്ന പോലെയാണോ ഒരു ബ്ലാക്ക് വുമൺ? അല്ലെങ്കിൽ വൈറ്റ് റിച്ച് വുമൺ എന്ന് പറയുന്ന പോലെയാണോ ഒരു ബ്ലാക്ക് പുവർ വുമൺ? ഓർ എ വൈറ്റ് മാൻ എന്ന് പറയുന്ന പോലെയാണോ ഒരു ബ്ലാക്ക് പുവർ വുമൺ? യു സി, ഒരാൾക്ക് പല പല ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ഈ ഐഡൻറ്റിറ്റീസ് എല്ലാം അയാളെ പല രീതിയിൽ ബാധിക്കാം. അതിനെയാണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. പിടികിട്ടിയോ? സോ ഇൻ്റർസെക്ഷനാലിറ്റി എന്താണ്? ഇൻ്റർസെക്ഷനാലിറ്റി ഈസ് എ കോൺസെപ്റ്റ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എ പേഴ്സൺസ് ഐഡൻറ്റിറ്റി, okay, how different aspects of a person's identity interact to create unique experiences. Okay, അയാളുടെ ഐഡൻറ്റിറ്റിയുടെ പല ഭാഗങ്ങൾ comes together to create experiences of discrimination or privilege. അയാൾക്ക് ഡിസ്ക്രിമിനേഷനും ഉണ്ടാക്കാം, പ്രിവിലേജും ഉണ്ടാക്കാം. ഓക്കെ, സോ ഇൻ്റർസെക്ഷനാലിറ്റി എന്താണ്? ഇൻ്റർസെക്ഷനാലിറ്റി എക്സ്പ്ലെയിൻസ് how a person's identity has many aspects. അങ്ങനെ എഴുതിയാലും മതി. ഒരു പേഴ്സൻ്റെ ഐഡൻറ്റിറ്റിക്ക് കുറേ ആസ്പെക്ട്സ് ഉണ്ട്. ആ ആസ്പെക്ട്സ് അനുസരിച്ച് ഹിസ് എക്സ്പീരിയൻസസ് വിൽ വേരി. സംടൈംസ് he can be discriminated, he or she can be discriminated, or he or she can be privileged. അതിനെയാണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഐഡൻറ്റിറ്റിയുടെ ഭാഗം? ജെൻഡർ, റേസ്, ക്ലാസ്, റിലിജിയൻ, സെക്ഷുവാലിറ്റി ആൻഡ് ഡിസബിലിറ്റി, ഇതെല്ലാം ഇൻ്റർസെക്ഷനാലിറ്റിയുടെ ഭാഗമാണ്. ഓക്കെ, സോ ഇൻ്റർസെക്ഷനാലിറ്റി ഈസ് എ കോൺസെപ്റ്റ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എ പേഴ്സൺസ് ഐഡൻറ്റിറ്റി സച്ച് as gender, race, class, religion, sexuality and disability interact and combine to create unique experiences of discrimination or privilege. It shows that people can face multiple and connected forms of inequality at the same time rather than separately. പല രീതിയിൽ ഒരാൾക്ക് കഷ്ടപ്പാടുകൾ അനുഭവിക്കാം, പ്രിവിലേജസും ഉണ്ടാകും. ഞാൻ പറഞ്ഞ പോലെ ഒരു വൈറ്റ് റിച്ച് മെയിൽ എന്ന് പറഞ്ഞാൽ, സീ ഇൻ ഹൗ മെനി വേസ് ഹി വിൽ ബി പ്രിവിലേജ്ഡ്. Usually white people are very privileged wherever they go in the world. And then he is a rich man and he is a man. Imagine another identity, a black poor woman. You understand? Or a black poor transgender person. Imagine how many ways that person can be discriminated against. So example I tell them, a black woman may face both racial and gender discrimination, which is different from that of a white woman or a black man might, which is different from what a white woman or a black man might experience. Okay, so intersectionality എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എ പേഴ്സൺസ് ഐഡൻറ്റിറ്റി can create unique experiences for that person. അതാണ് ഇൻ്റർസെക്ഷനാലിറ്റി. എക്സാമ്പിൾ എഴുതാം, എ ബ്ലാക്ക് പുവർ വുമൺ എന്ന് പറയുന്നതല്ല ഒരു വൈറ്റ് റിച്ച് മാൻ. പിടികിട്ടിയല്ലോ ഇൻ്റർസെക്ഷനാലിറ്റി. ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കിംബർലി ക്രെൻഷോ ആണ്, ആ ലീഗൽ സ്കോളർ. വേണമെങ്കിൽ അത് ഓർത്ത് വെക്കാം. കിംബർലി ക്രെൻഷോ ഇൻട്രൊഡ്യൂസ് ദാറ്റ് ടേം.
പിന്നെ ഒരു ലാസ്റ്റ് ടേം നമുക്ക് പഠിക്കാം. ക്യൂർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂർ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ക്യൂർ കമ്മ്യൂണിറ്റി. Queer community includes people whose sexual orientation or sexual identity differs from the traditional norm. ഓക്കെ, ഒരു ഹെട്രോസെക്ഷൽ ഒരു സിസ്ജെൻഡർ പീപ്പിൾ ഹൂസ് ജെൻഡർ മാച്ചസ് വിത്ത് ദ ബർത്ത്. ഇപ്പോൾ ഒരു മാനായിട്ട് ഒരു മാൻസ് ബോഡിയിൽ ജനിക്കുന്നു, അയാൾ മാനായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഒരു വുമൺസ് ബോഡിയിൽ ജനിക്കുന്നു, അവർ വുമണായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാത്തവരാണ് ഈ ക്യൂർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദേ മൈറ്റ് നോട്ട് ബി ഹെട്രോസെക്ഷൽ. ഇപ്പം ഹെട്രോസെക്ഷൽ മീൻസ് മാൻ ആണെങ്കിൽ they'll fall in love with the woman, or they'll seek a woman out as a partner, and a woman will seek the man as a partner. അപ്പോൾ ഇങ്ങനത്തെ ആ ട്രഡീഷണൽ നോംസിൽ, ഹെട്രോസെക്ഷൽ ട്രഡീഷണൽ നോംസിൽ വരാത്ത ആൾക്കാരാണ് ക്യൂർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. The term queer is an umbrella word that can describe anyone who doesn't identify as straight. സ്ട്രെയിറ്റ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാത്ത എല്ലാവരും ഈ ക്യൂർ കമ്മ്യൂണിറ്റിയിൽ വരും. ഓഫൺ ലെസ്ബിയൻസ്, ഗേസ്, ബൈസെക്ഷൽസ്, ട്രാൻസ്ജെൻഡർ, ക്യൂർ ക്വസ്റ്റനിങ് പീപ്പിൾ, ഇൻ്റർസെക്സ്, അസെക്ഷൽ, നോൺ ബൈനറി ആൻഡ് അതേഴ്സ്. അപ്പോൾ അവരെ നമ്മൾ ഈ ലെസ്ബിയൻ, ട്രാൻസ്ജെൻഡർ, അങ്ങനത്തെ ഒരു ഷോർട്ട് ഫോമിൽ നമ്മൾ ബൈസെക്ഷൽ, അങ്ങനത്തെ ഷോർട്ട് ഫോം ഉണ്ട്. LGBTQIA++ എന്ന് വെച്ചാൽ ഇപ്പം കൂടുതൽ ഐഡൻറ്റിറ്റീസ് വരുന്നതുകൊണ്ടാണ് ആ പ്ലസ് ഇട്ടിരിക്കുന്നത്. The community is united by the shared goal of equality, acceptance and freedom to express identity. The queer was once used as an insult. Many have reclaimed it in a positive and empowering way. പലപ്പോഴും പണ്ടൊക്കെ ആദ്യമൊക്കെ ഇത് ഒരു ഇൻസൾട്ട് പോലെയാണ് ഈ വേർഡ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ now it is used for all kinds of people who don't identify as heterosexual or straight. ഓക്കെ, അപ്പോൾ ലെസ്ബിയൻസ് ഉണ്ട്, ഗെയ്സ് ഉണ്ട്, ബൈസെക്ഷൽ ഉണ്ട്, ട്രാൻസ്ജെൻഡർ ഉണ്ട്, ക്യൂർ ക്വസ്റ്റനിങ്, ഇൻ്റർസെക്സ്, അങ്ങനത്തെ എല്ലാ ആൾക്കാരെയും ഒരുമിച്ചാണ് ക്യൂർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആൻഡ് നൗ ദേ യൂസ് ഇറ്റ് ഇൻ എ വെരി എംപവറിങ് വേ. ഡിസ്ക്രിമിനേഷനൊക്കെ ഫേസ് ചെയ്യാതിരിക്കാനും ഒക്കെയാണ് അവർ ഈ വേർഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ വിച്ച് ആർ ദ വേർഡ്സ് ദറ്റ് വി ലേൺഡ് ടുഡേ? വിച്ച് ആർ ദ ടേംസ്? ക്യൂർ കമ്മ്യൂണിറ്റി പഠിച്ചു, ഇൻ്റർസെക്ഷനാലിറ്റി, ഫീമെയിൽ ജൂറിസ്പ്രൂഡൻസ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ജെൻഡർ നമ്മൾ കണക്ട് ചെയ്തു. Then legal legitimacy, social ordering, non-discrimination before law, gender justice and gender equality. So ഇത്ര വളരെ സിമ്പിൾ ഒരു 30 ടേംസേ ഉള്ളൂ. ഇതിൻ്റെ നോട്ട് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലിടാം. ലിസൺ ടു ദിസ് വീഡിയോ ഒരു 2 or 3 times. ഓക്കെ, നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് 2-3 പ്രാവശ്യം ഈ വീഡിയോ കേൾക്കണം. അപ്പം തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ആൻഡ് ആഫ്റ്റർ ലിസണിങ് ടു ദിസ് I'll give you the next part. ഓക്കെ, ഇതുപോലെ സിമ്പിളായിട്ട് ആദ്യം ജസ്റ്റ് ഒരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് ഈ വീഡിയോ കാണുക. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ എൻഗേജ് ഇൻ എ ക്ലാസ് സോ ദാറ്റ് യു വിൽ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ്. ഇതൊരു മെമ്മറി എയ്ഡായിട്ടും കൂടെയാണ് ഞാൻ തരുന്നത്. കാരണം കുറച്ച് പേര് ഇത് മറന്നു പോകുന്നു, പിന്നെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിസ് ക്യാൻ റിയലി ഹെൽപ്പ് യു ആസ് എ മെമ്മറി എയ്ഡ്. ഇത് നിങ്ങൾ സ്ക്രീനിൽ നോക്കണം, ഫസ്റ്റ് ടൈം കഴിഞ്ഞാൽ നോക്കണം എന്ന് തന്നെ ഇല്ല, ജസ്റ്റ് കേട്ടോണ്ടിരുന്നാൽ മതി. So please listen to this 2 or 3 times and then we can have a discussion. Okay.